ഗ്രീൻലാൻഡ് ട്രംപ് ഗുണ്ടായിസം കാണിച്ച് പിടിച്ചെടുക്കുകയാണ്. വെനിസ്വേലയിലാണെങ്കിൽ ട്രംപ് കയറി കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണ്ണുവച്ചിരിക്കുന്നത് എന്ന വലിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇന്ത്യക്ക് ഇത് എത്രത്തോളം ഭീഷണി ഉയർത്തും എന്നുള്ളതാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തന്റെ ആക്രമണാത്മക നിലപാടുകൾ കാരണം ആഗോള ചർച്ചകളുടെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. ഡീഗോ ഗാർസിയ പോലുള്ള പ്രധാന ദ്വീപുകൾ ഉൾപ്പെടുന്ന ചാഗോസ് ദ്വീപ സമൂഹത്തിന്റെ പരമാധികാരം ബ്രിട്ടൻ മൗറീഷ്യസിന് കൈമാറാൻ പോകുന്ന ബ്രിട്ടന്റെ പദ്ധതിയെ ട്രൂത്ത് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ബ്രിട്ടനും മൗറീഷ്യസും തമ്മിലുള്ള ദ്വീപ് കരാറിനെ ശക്തമായി പ്രതികരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് ബ്രിട്ടന്റെ വലിയ ബലഹീനതയാണെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിൽ ട്രംപ് സ്വന്തം നാറ്റോ സഖ്യകക്ഷിയായിട്ടുള്ള ബ്രിട്ടനെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിമാനായ നാറ്റോ സഖ്യകക്ഷിയായിട്ടുള്ള ബ്രിട്ടൻ നിലവിൽ ഡീഗോ ഗാർസിയ എന്ന ദ്വീപ് മൗറീഷ്യസിന് കൈമാറാൻ ഒരു കാരണവുമില്ലാതെ പദ്ധതിയിടുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. വളരെ തന്ത്രപരവും പ്രധാനപ്പെട്ടതുമായ ഒരു US സൈനിക താവളമാണ് ഈ ദ്വീപ്. ചൈന, റഷ്യ തുടങ്ങിയ അന്താരാഷ്ട്ര ശക്തികൾ ബ്രിട്ടന്റെ ബലഹീനത ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഭാവിയിൽ അപകടകരമാണെന്ന് തെളിഞ്ഞേക്കാമെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ പ്രശംസിച്ചുകൊണ്ട് ട്രംപ് അവകാശപ്പെട്ടത് അന്താരാഷ്ട്ര ശക്തികളുടെ ശക്തി മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. എന്റെ നേതൃത്വത്തിൽ ലോകത്ത് അമേരിക്കയുടെ ബഹുമാനം ഒരു വർഷത്തിനുള്ളിൽ എക്കാലത്തെക്കാളും വർദ്ധിച്ചു. ഈ പ്രധാനപ്പെട്ട ഭൂമി ബ്രിട്ടനെ നഷ്ടപ്പെട്ടതിനെ അദ്ദേഹം വളരെ വലിയ മണ്ടത്തരം എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ തർക്കം പരാമർശിച്ചുകൊണ്ട് ട്രംപ് വീണ്ടും ഗ്രീൻലാൻഡിന്മേലുള്ള അമേരിക്കയുടെ അവകാശവാദം ശക്തിപ്പെടുത്തി. അമേരിക്ക ഗ്രീൻലാൻഡ് ഏറ്റെടുക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നിരവധി ദേശീയ സുരക്ഷാ കാരണങ്ങളോടൊപ്പം അമേരിക്ക ഇപ്പോൾ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഈ വിഷയത്തിൽ ശരിയായ തീരുമാനമെടുക്കാൻ അദ്ദേഹം ഡെൻമാർക്കിനോടും മറ്റ് സഖ്യകക്ഷികളോടും അഭ്യർത്ഥിച്ചു എന്ന് പറയുകയാണെങ്കിലും ഭീഷണിയുടെ സ്വരമാണ് ട്രംപ് ഉയർത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.